പുറത്ത് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കയൊന്ന് കയറി മറിഞ്ഞ് ഇക്കയുടെ കാര്യം സഹിച്ച് ഇക്ക കിടന്നങ്ങ് ഉറങ്ങി. എനിക്കാണെങ്കിൽ ഒന്നും ആയില്ല. എന്നെയും കാത്ത് റിയാസ് മുകളിൽ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ പതിയെ എഴുന്നേറ്റ് ഇക്കയെ ഒന്ന് തട്ടി വിളിച്ചു നോക്കി. അഥവാ എഴുന്നേറ്റ അവിടെ തന്നെ കിടക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ഉറങ്ങിയാൽ പിന്നെ ഇക്ക എഴുന്നേൽക്കണമെങ്കിൽ നേരം വെളുക്കണം, അല്ലെങ്കിൽ വല്ല ഭൂമി കുലുക്കവും ഉണ്ടാകണം. എന്താടി, എന്തു പറ്റി? എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് ഇക്ക ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, പുറത്തെന്തോ ഒരു സൗണ്ട് കേട്ട പോലെ, അതാ ഞാൻ വിളിച്ചത്. സൗണ്ടോ? എന്ത് സൗണ്ട്? ഇക്ക കട്ടിൽ നിന്നും എഴുന്നേറ്റ് ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു. എൻ്റെ എല്ലാ പ്ലാനും അടിമുടി പാടിയെന്ന് എനിക്ക് മനസ്സിലായി. ഇക്ക ഉറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാം, ഞാൻ ഇക്കയോട് പറഞ്ഞു. ഗേറ്റ് അടച്ചിട്ടില്ലേ? വല്ല പട്ടിയും കയറിയതാവും, ഞാൻ പോയി ആ ഗേറ്റ് അടച്ചിട്ട് വരാം. വേണ്ടിക്ക, ഇക്ക ഉറങ്ങിക്കോ, അത് വല്ല പൂച്ചയായിരിക്കും. പൂച്ചയാണെങ്കിൽ പിന്നെ എന്തിനാടി നീ എന്നെ വിളിച്ചത്? നിനക്കവിടെ കിടന്നാൽ പോരെ? അത് പിന്നെ ഞാൻ ചുമ്മാ വിളിച്ച് നോക്കിയതാ. ഇക്കയാണെങ്കിൽ അപ്പോഴേക്കും എഴുന്നേറ്റു. ഞാനെന്ത് ചെയ്യാനാ? ഇതിപ്പോൾ എനിക്കായോ കുറ്റം? എൻ്റെ ഉറക്കവും കളഞ്ഞ് ഇനിയിപ്പോൾ എപ്പോൾ ഉറക്കം വരാനാവോ? എന്തായാലും ഞാൻ പോയി ആ ഗേറ്റ് അടച്ചിട്ട് വരാം. ഇക്ക അതും പറഞ്ഞ് ഗേറ്റ് അടക്കാൻ വേണ്ടി പുറത്തേക്ക് നടന്നു. ഷേ, ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയല്ലോ. പണ്ടാരം വിളിക്കണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ നല്ല തണുപ്പുമുണ്ട്, എല്ലാത്തിനും ഇക്ക ഇളക്കി വെച്ചിട്ടുമുണ്ട്. ഇനി എന്നത്തെയും പോലെ ഞാൻ തന്നെ നോക്കേണ്ടി വരുമെന്ന് തോന്നി. റിയാസ് ആണെങ്കിൽ ഉറങ്ങാതെ എന്നെയും കാത്തിരിക്കുന്നുണ്ടാവും. എല്ലാം ആലോചിച്ച് സങ്കടത്തോടെ ഞാൻ ഇക്ക വരുന്നത് നോക്കിയിരുന്നു. എന്താടി മുഖത്തൊരു തെളിയില്ലാത്തേ? എന്തു പറ്റി? ഉമ്മ വലുതും പറഞ്ഞോ? ഏയ്, അതൊന്നുമില്ല ഇക്ക, ഉറക്കം വന്നിട്ടായിരിക്കും. വാ കിടക്കാം. ആ, നീ പോയി കിടക്ക്, ഞാൻ ആ ചെക്കൻ ഉറങ്ങിയൊന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അതെന്തിനാ? അതൊന്നും വേണ്ട, അവൻ ഉറങ്ങിയിട്ടുണ്ടാവും. അല്ലടി, ഞാൻ പോയി ഒന്ന് നോക്കട്ടെ. അവനിനി വല്ല സൗകര്യക്കുറവുണ്ടെങ്കിലോ? നമ്മളത് നോക്കിയില്ലെങ്കിൽ മോശമല്ലേ? ഓ, അവിടെ ഇപ്പോൾ എന്ത് സൗകര്യക്കുറവാ? എല്ലാം ഞാൻ നോക്കിയതല്ലേ. ഇക്ക വാ, നമുക്ക് കിടക്കാം. ആ, അത് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ പോയി നോക്കട്ടെ. അതും പറഞ്ഞ് ഇക്ക സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു. അയ്യോ, പണി പാളിയല്ലോ. ഇനി ഞാനാണോ വരുന്നതെന്ന് കരുതി അവൻ ഇക്കയെ കയറി പിടിക്കുമോ? എനിക്കാകെ പേടി തോന്നി. ഞാനും ഇക്കയുടെ ബാക്കിൽ മുകളിലേക്ക് പോയി. എന്താടാ, ഉറക്കമൊന്നുമില്ലേ? ആരെ കാത്തിരിക്കുക? ഉറക്കമൊഴിച്ച് കതക് തുറന്ന് എന്നെ കാത്തിരിക്കുന്ന റിയാസിനെ കണ്ട് ഇക്ക അവനോട് ചോദിച്ചു. അത് പിന്നെ അതിക്ക ഉറക്കം വരുന്നില്ല, വീട് മാറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ, ബെസ്റ്റ്. നിനക്ക് വീട് മാറിയതുകൊണ്ട് എൻ്റെ അവസ്ഥ നിനക്കറിയോ? നല്ലപോലെ കിടന്നുറങ്ങായിരുന്നു ഞാൻ. എന്തോ സൗണ്ട് ഉണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുണർത്തിയതാ. ഇപ്പോൾ എൻ്റെ ഉറക്കം പോയി. ഇക്ക അവനോടത് പറഞ്ഞതും അവൻ എന്നെയൊന്ന് നോക്കി. ആ നോട്ടത്തിലറിയാം അവനെന്താ ഉദ്ദേശിച്ചതെന്ന്. എന്തിനാ ഇത്ത ഉറങ്ങിക്കിടന്ന ഇക്കയെ വിളിച്ചുണർത്തിയത്? ഞാൻ പിന്നെ എന്തിനാ ഇവിടെ കാത്തിരുന്നത്? വല്ല കാര്യം ഉണ്ടായോ എന്ന്. അത് തന്നെയായിരിക്കും അവൻ്റെ മനസ്സിൽ. അവൻ എന്നെയും കാത്ത് കുലപ്പിച്ച് വെച്ച് കാത്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ലൊരവസരമുണ്ടാക്കി വെച്ചിട്ട് അവസാനം എല്ലാം മുടച്ച പോലെയായ അവസ്ഥ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ആ അവസ്ഥ സഹിക്കാനായില്ല. എന്തായാലും ഉറക്കം കളയണ്ട, രാവിലെ പോകാനുള്ളതല്ലേ. നീ കിടന്നു, ഞാൻ പോയി ഒന്ന് കിടന്നു നോക്കട്ടെ എന്നും പറഞ്ഞ് ഇക്ക എന്നെ വിളിച്ച് താഴേക്കിറങ്ങി. ഇക്ക കാണാതെ പതിയെ ഞാൻ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. നല്ലൊരു കളി ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ വിഷമം അവൻ്റെ മുഖത്ത് ഞാൻ കണ്ടു. അവനെന്താടി ഒരു കള്ളലക്ഷണം? സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഇക്ക എന്നോട് ചോദിച്ചു. ആർക്ക്? റിയാസിനോ? ആ, അവന് തന്നെ. നീ ശ്രദ്ധിച്ചില്ലേ? ഏയ്, എനിക്കൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് ചുമ്മാ തോന്നുന്നതാവും. അവനാളൊരു പാവ. അത് എനിക്കറിയാം. എന്തായാലും എന്തോ ഒരു കള്ളലക്ഷണം മണക്കുന്നുണ്ട്. ആ,
രാവിലെ തന്നെ പൊക്കോട്ടെ. നീ ഇനി അവനോട് പിടിച്ച് നിർത്താനൊന്നും പോകണ്ട, മനസ്സിലായോ? ഇക്ക ഒന്ന് കടുപ്പിച്ച് പറഞ്ഞു. ഏയ്, ഞാനാരെയും പിടിച്ച് നിർത്തുന്നൊന്നുമില്ല. അവൻ ചിലപ്പോൾ ഉറക്കം വരാത്തതുകൊണ്ടുള്ള ക്ഷീണം വല്ലതുമായിരിക്കും. നിങ്ങൾ വെറുതെ ആ ചെക്കനെ സംശയിക്കണ്ട. എന്തായാലും അലമാരയെല്ലാം നന്നായി പൂട്ടിയേക്ക്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. ഞാനൊന്നും മയങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇക്ക അതും പറഞ്ഞ് വീണ്ടും കിടന്നു. ഇക്കയുടെ അടുത്തായി ഇക്ക ഉറങ്ങുന്നു നോക്കി ഞാനും കിടന്നു. ഇടയ്ക്കിടയ്ക്ക് ഇക്ക ഉറങ്ങിയോ എന്നറിയാൻ ഞാൻ അറിയാത്ത പോലെ ഇക്കയുടെ കാലിലും കയ്യിലുമെല്ലാം തട്ടിയും മുരതിയുമെല്ലാം നോക്കി. അപ്പോഴെല്ലാം ഇക്ക പെട്ടെന്ന് തന്നെ ഉണർന്ന് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ ഇക്കാക്ക് വല്ല സംശയം അടിച്ച് കാണുമോ? അതായിരിക്കുമോ എന്നും പോത്തുപോലെ ഉറങ്ങുന്ന ഇക്ക ഇന്ന് ഉറങ്ങാതെ കിടക്കുന്നത്? ഞാൻ സംശയിച്ചു. വേണ്ട, ഇനി ശ്രമിച്ചാൽ എല്ലാം കുളമാകും. ഇക്ക ചിലപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലോ? ഇന്നിപ്പോൾ ഇക്കയുടെ കൂടെ കിടന്നുറങ്ങാം, അതായിരിക്കും നല്ലത്. ഞാൻ എൻ്റെ സകല ആഗ്രഹങ്ങളും വെടിഞ്ഞ് ഇക്കയുടെ കൂടെ ആ രാത്രി തള്ളി നീക്കി. പലപ്പോഴും എൻ്റെ ചെറിയ അനക്കങ്ങൾ പോലും ഇക്ക അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. സ്വന്തമായുള്ള മറ്റ് കലാപരിപാടികൾക്ക് മുതിരാതെ ഞാൻ വേഗം ഇക്കയുടെ കൂടെ കിടന്നുറങ്ങി. അങ്ങനെ ഞാൻ ഒരുപാട് കൊതിച്ച രാത്രി എന്നിൽ നിന്നും കടന്നുപോയി. രാവിലെ എഴുന്നേറ്റ് ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ഫുഡും ഞങ്ങൾ എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡും വേഗത്തിൽ റെഡിയാക്കി എല്ലാവരെയും വിളിച്ചുണർത്തി. റിയാസിനെ വിളിക്കാനായി ഞാൻ മുകളിലേക്ക് കയറിയപ്പോൾ പിറകിൽ നിന്നും ഇക്ക എന്നെ വിളിച്ചു പറഞ്ഞു. ഡി, നീ ഇങ്ങ് പോര്, ഞാൻ വിളിച്ചോളാം അവനെ. ഇക്കാക്ക് സംശയം തോന്നണ്ടെന്ന് വെച്ച് ഞാൻ വേഗം താഴേക്കിറങ്ങി അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്ക് ഇക്ക പോയി അവനെ വിളിച്ചുണർത്തിയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ ആരംഭിച്ചു. റിയാസ് ഇരിക്കുന്നത് എൻ്റെ ഓപ്പോസിറ്റായിരുന്നു. ഒന്നും മിണ്ടാനോ പറയാനോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയില്ല. കണ്ണുകൾ തമ്മിൽ ഒന്ന് രണ്ട് തവണയുള്ള നോട്ടങ്ങൾ മാത്രം. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇക്ക അവനോട് ചോദിച്ചു, ഇന്നും കൂടി നിന്നിട്ട് പോയാൽ പോരെ എന്ന്. ഇക്ക വെറും ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതാണെന്ന് എനിക്കും അവനും നന്നായി അറിയാമായിരുന്നു. ഇല്ലിക്ക, ഞാൻ പോട്ടെ, പോയിട്ട് ഒരുപാട് പണിയുണ്ട്, അവൻ പറഞ്ഞു. ആ, എന്നാ ടൗണിലേക്ക് എൻ്റെ കൂടെ പോര്, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അതാകുമ്പോൾ നിനക്ക് പിന്നെ അവിടെ നിന്ന് ബൈക്കെടുത്ത് പോയാൽ പോരെ. ഇക്ക അവനോടത് പറഞ്ഞപ്പോൾ മറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ ഉണ്ടായില്ല. ഒരു മഴയെങ്കിലും പെയ്താൽ മതിയായിരുന്നു എന്നായി എൻ്റെ പ്രാർത്ഥന. എന്നാൽ ഒരു മഴക്കാർ പോലും അപ്പോൾ ഉണ്ടായില്ല. അധികം വൈകാതെ തന്നെ ഇക്ക അവനെയും വിളിച്ച് യാത്ര തിരിച്ചു. ഞങ്ങളോടെല്ലാം യാത്ര പറഞ്ഞ് അവൻ നിരാശയോടെ മടങ്ങി. അങ്ങനെ തുടർന്നുള്ള എൻ്റെ ജീവിതം പഴയ പോലെ തന്നെ നിരാശയോടുള്ള യാത്രകളായി കടന്നുപോയി. റിയാസുമായി കാറിൽ വെച്ചുണ്ടായ നല്ല നല്ല അനുഭവങ്ങൾ മാത്രമേ എനിക്കൊരു സന്തോഷം നൽകിയിരുന്നുള്ളൂ. അങ്ങനെ 5-6 ദിവസങ്ങൾക്ക് ശേഷം ഇളയമോൾക്ക് പഠിക്കാൻ ഇക്ക ഫോണും കൊടുത്ത് ബാത്റൂമിലേക്ക് പോയി. അവളാണെങ്കിൽ ഫോണും ബുക്കിൽ വെച്ച് ഉപ്പുപ്പ കൊണ്ടുവന്ന മിഠായി വാങ്ങാനായി ഉപ്പുപ്പയുടെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് ഞാൻ കണ്ടത് ഫോൺ ലോക്കല്ലാതെ കിടക്കുന്നത്. ഞാൻ വേഗം പോയി ഇക്കയുടെ ഫോൺ എടുത്ത് റിയാസിൻ്റെ നമ്പർ തിരഞ്ഞു. കുറേ നോക്കിയിട്ടും കാണാതെ ആയപ്പോൾ അവസാനം ഞാൻ ഡേറ്റ് നോക്കി തിരയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ കണ്ടത് ഹമീദ് സൺ എന്ന് സേവ് ചെയ്ത ഒരു നമ്പർ. ഡേറ്റും പേരും വെച്ച് നോക്കുമ്പോൾ ഇത് അവൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം മോളുടെ പേനെടുത്ത് എൻ്റെ കയ്യിൽ അവൻ്റെ നമ്പർ എഴുതി വെച്ചു. മോള് മിഠായിയായി വന്നപ്പോഴേക്കും ഫോൺ അവിടെ വെച്ച് ഞാൻ റൂമിലേക്ക് പോയി. ഇക്ക ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ നമ്പർ ഒരു പേപ്പറിലെഴുതി അലമാരയിൽ എൻ്റെ ഡ്രസ്സിൻ്റെ അടിയിൽ വെച്ചു. എല്ലാം അവസാനിച്ചു എന്ന് വെച്ച് എനിക്ക് പുതിയൊരു വെളിച്ചം തന്നെയായിരുന്നു ആ നമ്പർ. ഇങ്ങനെ ചത്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാം ആഘോഷിച്ച് എല്ലാം അനുഭവിച്ച് ജീവിക്കാൻ തന്നെയാണെന്ന് ഞാൻ തീരുമാനിച്ചു. ഒന്നിൽ പോയാൽ രണ്ടിലെന്ന് ഉറച്ച തീരുമാനമായി ഞാൻ ആ നമ്പറിലേക്ക് വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഇക്ക ഒരിക്കലും അത് അറിയരുത്. ഇക്ക വീട്ടിലില്ലാത്തപ്പോൾ വേണം വിളിക്കാൻ. അങ്ങനെ അടുത്ത ദിവസം ജോലിയെല്ലാം നേരത്തെ കഴിഞ്ഞ് ഞാൻ വേഗം റൂമിലേക്ക് കയറി വാതിലടച്ചു. ആ സമയം ഇക്ക വീട്ടിലില്ലായിരുന്നു. ഉമ്മയും ഉപ്പയും അടുത്തുള്ള വീട്ടിൽ പോയിരുന്നു, കുട്ടികൾ സ്കൂളിലേക്കും.
എനിക്കായൊരു ഫോൺ ഇതുവരെ ഇക്ക വാങ്ങി തന്നിട്ടില്ല. വീട്ടിലുപയോഗിക്കുന്ന ഫോണുമായാണ് ഞാൻ റൂമിൽ കയറിയത്. അലമാര തുറന്ന് ഞാൻ വേഗം അവൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു നോക്കി. 2 ബെൽ അടിച്ചപ്പോഴേക്കും അവൻ കോൾ എടുത്തു. ഹലോ, അവൻ പറഞ്ഞു. ഹലോ, ഇത് ഞാനാ. എന്നെ മനസ്സിലായോ? ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ, അവൻ പറഞ്ഞു. എടാ, ഞാനാ, വളാഞ്ചേരിയിലെ ഇത്ത. ഇപ്പോൾ മനസ്സിലായോ? ആ, ഇത്ത, ഇപ്പോൾ മനസ്സിലായി. ആദ്യം എനിക്ക് അങ്ങ് കത്തിയില്ല. ഓ, നിനക്ക് മനസ്സിലായില്ല? അപ്പോൾ അത്രയ്ക്കുള്ളല്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം. ഞാൻ വെറും വണ്ടി. നിന്റെ നമ്പറെല്ലാം ഇക്കയുടെ ഫോണിൽ നിന്നും തപ്പിയെടുത്ത് കഷ്ടപ്പാട് എനിക്കേ അറിയൂ. അയ്യോ ഇത്ത, അങ്ങനെ പറയല്ലേ. പെട്ടെന്നൊരു സ്ത്രീയുടെ സൗണ്ട് കേട്ടപ്പോൾ ഞാനൊന്ന് നെട്ടി. അതുകൊണ്ടാ, അല്ലാതെ മനസ്സിലാവാത്ത കൊണ്ടല്ല. അതെന്തിനാടാ നീ നെട്ടുന്നത്? നിന്റെ നെട്ടൽ ഇതുവരെ മാറിയില്ലേ? ഞാൻ ചോദിച്ചു. അതിന് നെട്ടാൻ വേണ്ടി ഞാനൊന്നും കണ്ടില്ലല്ലോ. ഇത്ത വരുമെന്ന് കരുതി ഞാൻ ഉറക്കം കളഞ്ഞത് വെറുതെ ആയി. അത് അന്നിക്ക ഉറങ്ങിയിരുന്നെങ്കിൽ നീ ശരിക്കും നെട്ടിയാനെ, ഞാൻ പറഞ്ഞു. ഓ, നെട്ടാൻ മാത്രമൊക്കെ ഉണ്ടോ? എന്നാ അതെനിക്കൊന്ന് കാണണമല്ലോ. അതിന് അവിടെ ഇരുന്ന് കുണുവടിച്ചാൽ പോരടാ, ഇങ്ങോട്ട് വരണം. പറ്റുമോ നിനക്ക്? ഞാൻ ചോദിച്ചു. വന്നിട്ടെന്തിനാ? ഇക്ക ഉണ്ടാകില്ലേ? ഇത്താക്ക് കാവലായി. അന്നത്തെ പോലെ ഞാൻ വീണ്ടും പോസ്റ്റാകും. ഞാനൊന്നുമില്ല, അവൻ പറഞ്ഞു. അതിന് നിന്നോട് ആരാടാ ഇക്കുള്ള ദിവസം വരാൻ പറഞ്ഞത്? നീ ഇക്കില്ലാത്ത ദിവസം വാ, അപ്പോൾ നമുക്ക് നോക്കാം. ഏ, ഇക്കില്ലാത്ത ദിവസമോ? അതെപ്പോഴാ എത്താ? ആ, അതൊന്നും എനിക്കറിയില്ല. നിനക്ക് വേണമെങ്കിൽ നീ വല്ല ഐഡിയ ഒപ്പിക്ക്, ഞാനും കൂടെ നിൽക്കാം. വല്ല ഐഡിയ ഉണ്ട് നിൻ്റെ കയ്യിൽ? എന്ത് ഐഡിയ? അന്ന് തന്നെ അവിടെ നിന്നത് എൻ്റെ തൊലി ഉരിഞ്ഞുകൊണ്ടാ. ഏ, അതെന്താടാ? ഞങ്ങൾ എന്ത് ചെയ്തു നിന്നെ? അത് പിന്നെ ഇക്കാക്ക് ഞാൻ അവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു. എന്നിട്ടും എല്ലാം സഹിച്ച് ഞാൻ അവിടെ നിന്നത് ഇത്തേ മാത്രം ഓർത്തുകൊണ്ടാ. എടാ, സോറിടാ. ഞാനും അന്നെല്ലാം ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ ഇക്ക എഴുന്നേറ്റ് എല്ലാം കുളമാക്കി. ഇനി എന്തായാലും അങ്ങനൊരവസ്ഥ വരരുത്. എല്ലാം നല്ല പ്ലാനിങ്ങോടെ ആയിരിക്കണം, ഞാൻ പറഞ്ഞു. അതൊക്കെ. പക്ഷേ ഇക്ക എങ്ങോട്ട് പറഞ്ഞഴക്കും? അവനത് ചോദിച്ചതും ആരോ വരുന്ന സൗണ്ട് ഞാൻ കേട്ടു. ഞാൻ വേഗം ഫോൺ മാറ്റിവെച്ച് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങി നോക്കിയപ്പോൾ അത് ഉപ്പയും ഉമ്മയായിരുന്നു. അവർ നേരെ അവരുടെ റൂമിലേക്ക് പോകുന്നത് കണ്ട് ഞാൻ വേഗം ചെന്ന് ഫോണെടുത്ത് അവനോട് പറഞ്ഞു. ഡാ, നീ ഇപ്പോൾ വെക്ക്, ഞാൻ പിന്നെ വിളിക്കാം. പിന്നൊരു കാര്യം, ഒരിക്കലും ഇങ്ങോട്ട് വിളിച്ചു പോകരുത്. ഏയ് ഇല്ലിത്ത, ഞാൻ വിളിക്കില്ല. പക്ഷേ ഇത്തിരി വിളിക്കായി ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ടാവും. എടാ, ചുമ്മാ ഇരുന്നാൽ പോരാ, വല്ല ഐഡിയയും ആലോചിക്ക്, ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ ഈ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.